സി വി ഉണ്ടാക്കുന്ന സമയത്ത് ഈ 10 പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സി വി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാം. നമ്പർ 1, കീപ് ഇറ്റ് ക്ലിയർ ആൻഡ് സിമ്പിൾ. അതായത് നിങ്ങളുടെ ലേ ഔട്ട് സിമ്പിൾ ആൻഡ് ക്ലീൻ ആയിരിക്കണം. ഒരുപാട് കളേഴ്സും ഫോൺസും ഒക്കെ ഒരു അവിയൽ പരുവത്തിലാവരുത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോൺസ് യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും സേഫ്. ലൈക്ക് ടൈംസ് ന്യൂ റോമനോ ഏരലോ പോലത്തെ ഫോൺസ് യൂസ് ചെയ്യുക. അതേപോലെ സി വി എപ്പോഴും ഒരു പേജിലായിട്ട് നിങ്ങൾ തീർക്കാൻ വേണ്ടി നോക്കി. ഇനി 2 പേജസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അത്രയും എക്സ്പീരിയൻസ് റെലവെൻറ്റ് ആണെങ്കിൽ മാത്രം രണ്ടാമത്തെ പേജിലേക്ക് പോവുക. അല്ലെങ്കിൽ ആദ്യത്തെ പേജിൽ തന്നെ നിങ്ങളുടെ റെലവെൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം ക്ലിയർ ആയിട്ട് കൊടുത്ത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്പർ 2, ടൈലർ ടു ദ ജോബ്. ഒരേ സി വി എല്ലാ എംപ്ലോയേഴ്സിനും എല്ലാ ജോബിനും അയച്ചു കൊടുക്കരുത്. എവിടെയെങ്കിലും ഒരു വേക്കൻസി ഉണ്ട്, നിങ്ങളുടെ കയ്യിലൊരു സി വി ഉണ്ട്, എന്നാൽ നമുക്ക് അപ്ലൈ ചെയ്തിടാം എന്ന് പറഞ്ഞ് അയക്കരുത്. ഓരോ ജോബ് ഡിസ്ക്രിപ്ഷന് ആപ്റ്റ് ആയിട്ടുള്ള സ്കില്ലും എക്സ്പീരിയൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സി വി ആയിരിക്കണം നിങ്ങളുടേത്. അതുകൊണ്ട് തന്നെ എല്ലാ വേക്കൻസിക്കും ഒരേപോലത്തെ സി വി അയച്ചിട്ട് കാര്യമില്ല. നെസസറി ചേഞ്ചസും എഡിറ്റ്സും വരുത്തിയതിൻ്റെ ശേഷം മാത്രം ഒരു ജോബിന് നിങ്ങൾ സി വി അയച്ചു കൊടുക്കുക. ഇപ്പം ഒരു ജോബിന് വേണ്ട ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ റിക്വയർമെൻറ്റോ ആയിരിക്കില്ല അടുത്തൊരു ജോബിന് വേണ്ടത്. അതിന് ആപ്റ്റ് ആയിട്ടുള്ള സ്കില്ല് നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താൻ വേണ്ടി അതിനാവശ്യമുള്ള സ്കിൽ സെറ്റും എക്സ്പീരിയൻസും നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ സി വിയിൽ വരുത്തുക. സോ പ്ലീസ് ഡു നോട്ട് സെൻഡ് എ സിംഗിൾ സി വി ടു എവറി വേക്കൻസി ദാറ്റ് യു ഫൈൻഡ്. മേക്ക് നെസസറി ചേഞ്ചസ് ആൻഡ് ഓൺലി ദെൻ സെൻഡ് ഇറ്റ്. ഒരു ജോബിൻ്റെ പോസ്റ്റ് വരുവാണെങ്കിൽ അതിലെ കീ വേർഡ്സ് നിങ്ങളുടെ സി വിയിലും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ആഡഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ എംപ്ലോയറിന് പെട്ടെന്ന് ആ കീ വേർഡ്സ് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റും. സോ അവർ യൂസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന ജോബ് ഡിസ്ക്രിപ്ഷനിൽ വേണ്ട കീ പോയിന്റ്സ് നിങ്ങളുടെ സി വിയിലും കൂടി നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ദിസ് വിൽ ഡെഫിനറ്റ്ലി ഇൻക്രീസ് ദ ചാൻസസ് ഓഫ് യുവർ സി വി ബീങ് അട്രാക്റ്റഡ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് എംപ്ലോയറിന് കാണാനായിട്ട് സാധിക്കും. നമ്പർ 3, സ്ട്രോങ് പ്രൊഫഷണൽ സമ്മറി. നിങ്ങളുടെ പ്രൊഫഷണൽ സമ്മറി ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. വെറുതെ ഒരു ഹാർഡ് വർക്കിംഗ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഇൻഡിവിജ്വൽ എന്ന് കൊടുക്കാണ്ട് നിങ്ങളുടെ ആ ജോബ് ഡിസ്ക്രിപ്ഷൻ, ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു കോണ്ടന്റ് റൈറ്ററിൻ്റെ ഒരു പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു കോണ്ടന്റ് റൈറ്ററിന് വേണ്ട സ്കിൽ സെറ്റാണ് അവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ നല്ല കോണ്ടന്റ് റൈറ്റിംഗ്, ടൈം മാനേജ്മെൻറ്റ്, റീസെർച്ച്, സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റ്, ഇതിലെല്ലാം നിങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് വേണം കൊടുക്കാനായിട്ട്. അല്ലാണ്ട് ഇതിന് ബന്ധപ്പെടാത്തതോ അല്ലെങ്കിൽ ചെറിയൊരു 1 ലൈനറോ കൊടുത്തിട്ട് കാര്യമില്ല. അതെല്ലാവരും ചെയ്യുന്നതാണ്. നിങ്ങളുടെ സി വി വ്യത്യസ്തമാക്കണമെങ്കിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സി വിയിൽ നിന്നും ഒന്ന് വേറിട്ട് നിൽക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ടെക്നിക്കൽ ടേംസ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. നമ്പർ 4, ഹൈലൈറ്റ് അച്ചീവ്മെന്റ്സ്, നോട്ട് ജസ്റ്റ് ഡ്യൂട്ടീസ്. വെറുതെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് പറയാണ്ട്, ഫോർ എക്സാമ്പിൾ റെസ്പോൺസിബിൾ ഫോർ മാനേജിങ് ഇൻസ്റ്റഗ്രാം ഇതായിരുന്നു നിങ്ങളുടെ ഡ്യൂട്ടി എങ്കിൽ ഇങ്ങനെ പറയരുത്. നിങ്ങൾ അങ്ങനെ ചെയ്തതുകൊണ്ട് എന്താണ് നിങ്ങൾ അച്ചീവ് ചെയ്തെടുത്തത് എന്ന് വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ ഗ്രൂ ഇൻസ്റ്റഗ്രാം ബൈ 40% ഇൻ 3 months. അപ്പം ആ ഒരു സമയളവിൽ ഇത്രയും നിങ്ങൾ ഇൻസ്റ്റഗ്രാമിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങളത് അച്ചീവ് ചെയ്തെടുത്തു എന്നുള്ളൊരു എക്സ്പ്ലനേഷനാണ് നിങ്ങൾ അവിടെ കൊടുക്കുന്നത്. അപ്പം മിയറായിട്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മാത്രം പറയാണ്ട് ഈ റെസ്പോൺസിബിലിറ്റി കൊണ്ട് നിങ്ങൾ ആ കമ്പനിക്ക് വേണ്ടി എന്താണ് നേടിയെടുത്തത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. സോ എപ്പോഴും യുവർ നമ്പേഴ്സ് വിൽ മേക്ക് യുവർ സി വി സ്ട്രോങ്ങർ. സോ റിമെമ്പർ ടു ഹൈലൈറ്റ് യുവർ അച്ചീവ്മെന്റ്സ് ആൻഡ് നോട്ട് ജസ്റ്റ് മിയർ റെസ്പോൺസിബിലിറ്റീസ്. നമ്പർ 5, മെൻഷൻ റെലവൻറ്റ് സ്കിൽസ് ഓൺലി. ഒരു കമ്പനിക്ക് ആവശ്യമുള്ള സ്കിൽ സെറ്റ് നിങ്ങൾ ഡിവൈഡ് ചെയ്തുകൊണ്ട് വേണം നിങ്ങളുടെ സി വിയിൽ മെൻഷൻ ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ വേണ്ടിയിരിക്കുന്ന ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടാവും. ഇപ്പം MS Excelോ അല്ലെങ്കിൽ പൈത്തണോ എന്തൊക്കെയാണ് ആ സ്കിൽസ് വേണ്ടത് അത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടെന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. അതേപോലെ സോഫ്റ്റ് സ്കിൽസ് പലതും വേണ്ടി വരും. ഫോർ എക്സാമ്പിൾ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ടൈം മാനേജ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇതെല്ലാം സോഫ്റ്റ് സ്കിൽസിൽ പെടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനിൽ വേണ്ട സ്കിൽസ് എന്തൊക്കെയാണോ അത് ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്യുക. ഈ ഒരു ജോബ് ഡിസ്ക്രിപ്ഷന് ഒരു ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലാത്ത സ്കിൽസ് മെൻഷൻ ചെയ്യണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു കുക്കാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ സി വിൻ്റെ അകത്ത് ഐ മേക്ക് റിയലി നൈസ് ബിരിയാണി എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ദിസ് ഇസ് ജസ്റ്റ് എൻ എക്സാമ്പിൾ, മേ ബി an exaggerated example. You really don't have to mention skills that are not necessary for your job. Make sure that the skills which are mentioned in your CV add points to your interview. Interview ചെയ്യുന്ന സമയത്ത് ആൾ സി വി വായിക്കുന്ന സമയത്ത് ഈ സ്കിൽസ് ഈ ജോബിന് കുറച്ച്
കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആണ്, അല്ലെങ്കിൽ ഈ സ്കില്ലുള്ള ആളെ ഹയർ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ള ഒരു ഇംപ്രഷനാണ് ഇൻ്റർവ്യൂവറിനോ അല്ലെങ്കിൽ എംപ്ലോയറിനോ വേണ്ടത്. സോ അതിനനുസരിച്ചുള്ള സ്കില്ല് മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. സോ നേരത്തെ പറഞ്ഞതുപോലെ ഇത്ര മാത്രമല്ല, ഇനിയും കുറച്ച് പോയിന്റ്സും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം ഒരു CV ഉണ്ടാക്കുമ്പം. സോ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2 ഓഫ് ദ സെയിം ടോപ്പിക്. ഓക്കെ, സോ നിങ്ങളൊരു CV ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ജോലി അന്വേഷിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു സേവ് ദിസ് വീഡിയോ ആൻഡ് യൂസ് ഇറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഓർ ഇഫ് യു നോ സംബഡി ഹു ഇസ് ട്രൈങ് ടു ഗെറ്റ് എ ജോബ്, മേക്ക് ഷുവർ യു സെൻഡ് ഇറ്റ് ടു ദം. മേ ബി ഒരു നല്ല CV ഇല്ലാത്തതുകൊണ്ടായിരിക്കും അവർക്ക് ജോലി തന്നെ നഷ്ടപ്പെടുന്നത്. ആൻഡ് ഇഫ് യു വാണ്ട് ടു നോ മോർ അബൌട്ട് അവർ കോഴ്സ് ഹിയർ അറ്റ് ഇംഗ്ലീഷ് കഫേ, അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണം, ജോയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കോഴ്സ് എന്ന് കമന്റ് ചെയ്താൽ മതി. ഓക്കെ, സോ സീ യു ഇൻ പാർട്ട് 2. ഇംഗ്ലീഷ് കഫേയിൽ ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാം. ലൈവ് ഇന്ററാക്റ്റീവ് ക്ലാസുകൾ, ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ, 24 hours നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കൂ.